ഈ പരിശുദ്ധ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ആദ്യമായി അമ്മ മാതാവിനോടും ഈശോയോടും നന്ദി അതുപോലെ സാക്ഷ്യം പറയാൻ വൈകിയതിന് മാപ്പും പറയുന്നു. എൻ്റെ പേര് ദീപ ബിൻസൺ. ഇത് എൻ്റെ മകൻ ആൽഡ്രിൻ. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ 10 കഴിഞ്ഞ വർഷം ഫെബ്രുവരി 2 എൻ്റെ മകനെ വയറുവേദനയെ തുടർന്ന് ലക്ഷോർ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുകയും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ സംശയത്തെ തുടർന്ന് CT സ്കാൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവൻ്റെ വലതുവശത്തെ കിഡ്നി ട്യൂബ് ബ്ലോക്കാണെന്നും വലതുവശത്തെ കിഡ്നി വർക്ക് ചെയ്യണില്ലെന്നുമാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇത് സ്റ്റണ്ട് ഇട്ടതിന് ശേഷം DTPA ചെയ്ത് ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ അത് 15% മുകളിൽ വർക്കിംഗ് ആണെങ്കിൽ മാത്രം അത് പൈലോപ്ലാസ്റ്റ് ചെയ്ത് ശരിയാക്കാമെന്നാണ് പറഞ്ഞത്. 15% വർക്കിംഗ് ഇല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ടി വരുമെന്നാണ്, വലതുവശത്തെ കിഡ്നി റിമൂവ് ചെയ്യേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇത് ഞങ്ങൾ വളരെ പ്രയാസത്തോടെ ഫെബ്രുവരി 9 കൃപാസനത്തിൽ വരികയും ഉടമ്പടി പുതുക്കി ഇവിടെ അച്ഛനെ കണ്ട് തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ ചെന്ന് ഞാനും മകനും അവൻ്റെ പപ്പയും ചേർന്ന് രാവിലെയും വൈകിട്ടും മുട്ടിപ്പായി ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിക്കുകയും തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി DTPA ടെസ്റ്റ് നടത്തിയപ്പോൾ 25% മുകളിൽ വർക്കിംഗ് ആണെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അതിനുശേഷം പൈലോപ്ലാസ്റ്റ് ചെയ്ത് ബ്ലോക്ക് മാറ്റുകയും ഇവന് യാതൊരു വിധ കുഴപ്പവുമില്ലെന്നും കിഡ്നി പൂർണ്ണമായും വർക്കിംഗ് ആയെന്നും പറയുകയുണ്ടായി. ഇത് മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത് നടന്നതെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇത് ചികിത്സയ്ക്ക് വേണ്ടി ഒത്തിരി പൈസയുടെ ആവശ്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ സഹായിക്കുകയും ഞങ്ങൾക്ക് നിലഭൂമിയായിട്ട് പോലും ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് ലോൺ പാസ്സാക്കി കിട്ടുകയും ചെയ്തു. ഇതും മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് അനാഥർക്ക് ഭക്ഷണം ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിതരണം നടത്തി എൻ്റെ മകൻ്റെ സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞ് പത്രം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ കുർബാനയിൽ മുടങ്ങാതെ എല്ലാ ദിവസവും ഞങ്ങളെല്ലാവരും കുടുംബത്തോടെ ചെന്ന് കുർബാന കൂടുകയും കുമ്പസാരിക്കുകയും ചെയ്യാറുണ്ട്. പ്രാർത്ഥനയും മുടക്കാറില്ലായിരുന്നു. ഇതിലൂടെ ഞങ്ങൾക്ക് വിശ്വാസത്തിൽ വളരുവാനും പൂർണ്ണമായി മാതാവിനെ വിശ്വസിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. ഇതിനെല്ലാം മാതാവിനും ഈശോകുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് ആൽഡ്രിൻ. ഞാൻ കുമ്പളത്തുനിന്ന് ആണ് വന്നത്. അപ്പോൾ എനിക്ക് ഇതേപോലെ എൻ്റെ മമ്മി പറഞ്ഞ പോലെ എനിക്ക് കിഡ്നിക്ക് റൈറ്റ് സൈഡിലായിട്ടൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ജനറ്റിക്കലായിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറുവേദന വരുമായിരുന്നു. അപ്പോഴത്തേക്കും ആ സമയത്തൊക്കെ നമ്മൾ ഗ്യാസ് കയറിയാണ് ഇതിൽ വിടുവരുന്നതല്ല, വെറുതെ ഒരു ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വേദന തുടങ്ങി. ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാഴ്ചത്തോളം ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ അടുത്തുള്ള ക്ലിനിക്കിലൊക്കെ കാണിച്ചപ്പോൾ പറഞ്ഞ് ഗ്യാസിൻ്റെ ആയിരിക്കും കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഞങ്ങൾ ലക്ഷോറിൽ ചെന്നിട്ട് കാണിക്കണത്. ലക്ഷോറിൽ ചെന്ന് കാണിച്ചപ്പോൾ പറഞ്ഞ് ഈ CT സ്കാൻ എടുക്കണം, എൻഡോസ്കോപ്പി. ഞാൻ അന്നാണ് അറിയണം ഇങ്ങനത്തെ സ്കാനിങ് ഉണ്ടെന്ന് തന്നെ അറിയണത് അന്ന്. അപ്പോഴത്തേക്കും എന്നെക്കൊണ്ട് ഇതെല്ലാം സ്കാനിങ്ങും ചെയ്യിപ്പിച്ച്. സ്കാനിങ് ചെയ്യിച്ചപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞ് നിൻ്റെ റൈറ്റ് സൈഡിലെ കിഡ്നി ഇങ്ങനെ ഇതായിരിക്കണേന്ന്. ഞാൻ അതിൻ്റെ അകത്ത് വെച്ച് തന്നെ അറിഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നൊന്നും എനിക്ക് മനസ്സിലാകണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് രാത്രി പിറ്റേ ദിവസം എനിക്കൊട്ടും അന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും ഉറങ്ങാൻ പറ്റാണ്ടായ ദിവസം തന്നെ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും വീട്ടിലിങ്ങനെ എഴുന്നേറ്റ് കുത്തി നടക്കുകയാണ്. എനിക്കാണെങ്കിൽ ആരോടൊന്നും പറയാനും പറ്റണില്ല. മൊത്തത്തിൽ എല്ലാം തകർന്നൊരവസ്ഥ. കിഡ്നി പോയി എന്നൊക്കെ കേട്ടിട്ട് എനിക്ക് പറ്റണില്ലായിരുന്നു. അന്ന് പിറ്റേ ദിവസം അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞ് നീ പേടിക്കുകയൊന്നും വേണ്ട. മമ്മി പറഞ്ഞു നീ പേടിക്കുകയൊന്നും വേണ്ട, നീ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എല്ലാം തീരുമെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ കരച്ചിലൊക്കെ ഉണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നോട് പറഞ്ഞ് എല്ലാം മാറും, പ്രശ്നമൊന്നുമില്ല,
എന്താണ് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ അങ്ങനെ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞ് മമ്മി എല്ലാം കണ്ട്. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഇവിടെ വരാൻ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ മമ്മി നേരത്തെ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന വെച്ചായിരുന്നു. അപ്പം ഞാൻ മമ്മീനോട് പറയും മമ്മിക്കൊന്നും വേറെ പണിയില്ല എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. ഞാൻ ഇങ്ങനെ പറയും. പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ആരെങ്കിലും മറ്റേ തോമാസ് ലിയാനെ പോലെയാണ്, തൊട്ടറിയണം എന്നാലും മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുള്ളൂ. മനുഷ്യരായ അങ്ങനെയാണ്, എല്ലാം എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ നമ്മൾ പഠിക്കും, ഇങ്ങനെയാണെന്ന് പഠിക്കുള്ളൂ. അപ്പോഴത്തേക്കും എനിക്കും ഇവിടെ വന്നിട്ട് എനിക്ക് ഇതില്ല. ഞാൻ പറയണത് ശരിയാവാനൊന്നും പോകണമെന്നില്ല, ഇതെങ്ങനെ ശരിയാവാനാണെന്ന് ഞാൻ അപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പം എന്നോട് മമ്മി പറഞ്ഞ് ഇല്ലടാ എല്ലാം ശരിയാവും, അച്ഛനെ കണ്ടാൽ മതി, എല്ലാം ശരിയാവട്ടാന്ന് പറഞ്ഞ്. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ഞാൻ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ടീമായിരുന്നു ഞാൻ. എന്നിട്ട് ഇത് അറിഞ്ഞോടെ എനിക്കെന്താണെന്നറിയാൻ പാടില്ല, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി തുടങ്ങി. ഒരു 3 മാസത്തോളം പള്ളി എല്ലാ ദിവസവും. നാട്ടുകാർ ചോദിച്ചു തുടങ്ങി നീ എന്താണ് ഫുൾ ടൈം പള്ളിയിലാണുള്ളതെന്ന്. ഞാനിങ്ങനെ പള്ളിയിലോട് രാവിലെ പള്ളിയിൽ പോകുന്ന, എല്ലാം രാത്രി പ്രാർത്ഥന വരുന്ന, എല്ലാം കറക്റ്റായിട്ട് ചെയ്യും. മമ്മി നേരത്തെ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. മമ്മി എന്തൊക്കെ ഇരുന്ന് പറയണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായിട്ടില്ലേ. ഇപ്പം പോലെ ഞാൻ ഇവിടെ ഇരുന്ന് പേടിച്ച എന്നോട് അച്ഛൻ പറഞ്ഞ് നീ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണം, എനിക്ക് എങ്ങനെ പറയണത്, പക്ഷെ ഞാനിതൊക്കെ എങ്ങനെ പറയണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നിട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ് എടാ എല്ലാം ശരിയാവും, നീ പേടിക്കാനൊന്നും വേണ്ട. ഞാൻ അന്ന് ഇവിടെ വെച്ച് ഒരു ചേച്ചീനെ കണ്ടായിരുന്നു. ആ ചേച്ചീനെ എനിക്ക് അറിയത്തോലുമില്ല. ആ ചേച്ചി എന്നിട്ട് എന്നോട് പറഞ്ഞ് എടാ എല്ലാം ശരിയാവും, നീ പേടിക്കുകയൊന്നും വേണ്ട, നിൻ്റെ ഇതെല്ലാം ശരിയാവും, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞ്. എനിക്ക് ആരാന്ന് പോലും അറിയില്ല ആ ചേച്ചി എന്നിട്ട് എന്നോട് പറഞ്ഞ് എന്താണ് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അന്ന് ആ ദിവസം ആ ചേച്ചിനെ വിളിച്ചില്ല, എനിക്ക് അതിനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ചത്തിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് 3 മാസം കറക്റ്റായിട്ട് ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്ത്. ഞാൻ പക്ഷേ പത്രമൊന്നും കൊടുക്കാൻ പറ്റില്ല, അതെല്ലാം എൻ്റെ മമ്മിയാണ് ചെയ്തേക്കണത്, എല്ലാം എൻ്റെ മമ്മിയാണ് ഞാൻ ചെയ്തേക്കണത്. എനിക്ക് അതിനുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഞാൻ ഫുൾ ടൈം ഒന്നില്ലെങ്കിൽ ഫുൾ ടൈം പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ നല്ല രീതിക്ക് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. രാവിലെ കറക്റ്റായിട്ട് എഴുന്നേക്കും. 10 മണിക്ക് എഴുന്നേറ്റ് തന്നെ ഞാൻ 5:30 എഴുന്നേറ്റ് തുടങ്ങിയാന്ന് പോലെ 5:30 എഴുന്നേറ്റ് തുടങ്ങി പ്രാർത്ഥിച്ച് എല്ലാം കറക്റ്റായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. അന്ന് ചെയ്ത് അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞ് ഇനി DTP എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. അപ്പോഴത്തേക്കും അത് ചെയ്തപ്പോൾ എനിക്കൊരു വിശ്വാസം വന്നു തുടങ്ങി. ചിലപ്പോൾ റെഡിയാവും, പ്രാർത്ഥിച്ചാൽ എല്ലാവരും പ്രാർത്ഥിച്ച് കിട്ടണുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ എന്താണെന്നുള്ളൊരു മൈൻഡായി. അപ്പോൾ ലാസ്റ്റ് ഞാൻ അവിടെ ചെന്ന് ടെൻഷൻ അടിച്ചായിരിക്കണത്. അത് കഴിഞ്ഞിട്ട് എന്നോട് ഡോക്ടർ പറഞ്ഞ് നിനക്ക് 15% കാണിക്കണം, അല്ലെങ്കിൽ നിൻ്റെ റൈറ്റ് സൈഡിലെ കിഡ്നി എടുത്ത് കളയണം. ഡോക്ടർ ഇതൊക്കെ സിമ്പിളായിട്ട് പറയണം, എൻ്റെ കിഡ്നിയാണ് അത് വേറെ കാര്യം. ഡോക്ടർ എല്ലാം സിമ്പിളായിട്ട് പറയണം, അത് ഒരു കിഡ്നിയല്ലേ, അത് നിനക്ക് ഒരു കിഡ്നി ഉണ്ടെങ്കിൽ ജീവിക്കുക. എനിക്കും അതേ പറ്റില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് 2 കിഡ്നിയും വേണം, അല്ലാണ്ട് ഞാൻ നിൽക്കത്തില്ലെന്ന് പറഞ്ഞുവിടാ. അപ്പോഴത്തേക്കും ആ കറക്റ്റ് ആ സമയം ആ 1 മണിക്കൂർ ടെൻഷൻ അടിച്ചില്ലേ ഇല്ലാണ്ടായി. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് എടാ ഇനി നിനക്ക് പേടിക്കാനൊന്നുമില്ല, 25% ഉണ്ട് നിൻ്റെ കിഡ്നിയുടെ ഇത്. 15% ഞാൻ ഉദ്ദേശിച്ചത് ഒരു 15%-എങ്കിലാണ്, പക്ഷെ നിനക്ക് 25%-ഓളം ഇത് കണ്ടെന്ന് പറഞ്ഞ്. ഇത്രയൊക്കെ പറഞ്ഞ അതാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹം സത്യം പറഞ്ഞാൽ. എനിക്കിപ്പോൾ പോലും ഇത് ഞാനെങ്ങനെ പറയണതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അച്ഛൻ എന്നെ ഇവിടെ ഇരുന്നിട്ടില്ല, കളിയാക്കണായിരുന്നു ഇത്രയായിരുന്നു, നീ എങ്ങനെയാണ് ഇത് പറയാൻ പോണെന്ന് പറഞ്ഞ്. പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, മാതാവിൻ്റെ അനുഗ്രഹം എല്ലാം നല്ലപോലെ. ഇപ്പം എനിക്ക് 1 വർഷമായി കറക്റ്റ്, ഒരു കുഴപ്പമില്ല. ഞാൻ എല്ലാ വർക്കൗട്ടും ചെയ്യണ്ട്, എല്ലാം ചെയ്യണ്ട്, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. എല്ലാത്തിനും നന്ദി. ചിത്രങ്ങൾ 10-14